ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പരാതികളെക്കുറിച്ച് ഓംബുഡ്സ്മാൻ പരിശോധന നടത്തി. ആലത്തൂർ യു+ ഓഡിറ്റോറിയത്തിൽ ഓംബുഡ്സ്മാൻ സത്യനാഥൻ എത്തി തൊഴിലാളികളുടെ പരാതികൾ കേട്ടു. പുതിയ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തികൾ എന്നുള്ളത് 318 വർക്കുകളാണ്. അത് ഈ 4 കാറ്റഗറികളിലായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് മെമ്പർമാരെല്ലാം നേരത്തെ ബ്ലോക്കിൽ ക്ലാസ്സിൽ വന്നപ്പോൾ കേട്ട് കാണും. അപ്പോൾ ഞങ്ങൾ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിനുള്ള വെയിറ്റുമായിട്ടുള്ള തൊഴിലാളികൾക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജലസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളാണ്. അതിൽ തന്നെ കാറ്റഗറി ചെയ്യപ്പെട്ടുള്ള കുറേ വർക്കുകളുണ്ട്. രണ്ടാമത്തേത് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. അപ്പോൾ അതിലും കാറ്റഗറി ചെയ്തിട്ട് കുറേ 86 വർക്ക് അങ്ങനെ നിലവിലുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നത് ജീവനോപാധിയാണ്. നമ്മൾ നേരത്തെ കൊടുത്തുള്ള ആട്ടിൻകൂട്, തൊഴുത്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ജീവനോപാധി എന്നുള്ള വർക്കുകൾ. അതിലും കുറേ വർക്കുകൾ പറയുന്നുണ്ട്. കൂടാതെ ഡിസാസ്റ്റർ, അതായത് പ്രകൃതിക്ഷോഭം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിട്ട് നടപ്പാക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇങ്ങനെ ഈ 4 കാറ്റഗറിയിൽ കൂടി 318 വർക്കുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് അധ്യക്ഷയായി. സെക്രട്ടറി ദിമിത്രോവ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലി, BDO തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് R. വിനോദ് സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.